നമസ്കാരം. മലയാളികൾക്ക് ഇന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ. സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടുനിൽക്കുന്നതും. ശേഷം 14 വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത്. ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ. മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിലുൾപ്പെടെ കൈനിറയ ചിത്രങ്ങളുമായി തിരക്കിലാണ്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് മഞ്ജു വാര്യർ. തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ നടി പങ്കുവയ്ക്കാറുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത മികച്ച നടി എന്ന് പേരെടുത്തിട്ടുള്ള മഞ്ജു തന്റെ രണ്ടാം വരവിലും താരപദവി നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി എമ്പുരാനിലും ശ്രദ്ധേയമായ പ്രകടനമാണ് മഞ്ജു വാര്യർ കാഴ്ചവെച്ചിരിക്കുന്നത്. ലൂസിഫറിൽ നിസ്സഹായവും പാവവുമായിരുന്ന പ്രിയദർശിനി രാംദാസ് എമ്പുരാനിൽ കരുത്തു ഉള്ള സ്ത്രീയാണ്. ഈ മാറ്റത്തെ മികച്ച കയ്യടക്കത്തോടെയാണ് മഞ്ജു അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമകൾക്കപ്പുറത്തും പ്രേക്ഷകർക്ക് ഏറെ പ്രിയമുള്ള നടിയാണ് മഞ്ജു വാര്യർ. പൊതുവേദികളിലും മറ്റും വിനയത്തോടെയും ലാളിത്യത്തോടെയുമുള്ള മഞ്ജുവിന്റെ പെരുമാറ്റം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അഭിമുഖങ്ങളിലെ ചോദ്യങ്ങൾക്ക് പോലും ആരെയും വേദനിപ്പിക്കാതെയാണ് മഞ്ജു മറുപടി പറയാറുള്ളത്. ഇപ്പോഴാ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് പ്രതികരിച്ചിരിക്കുകയാണ് താരം. മനഃപൂർവ്വമല്ല ഇത്തരത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതെന്നും ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും താരം വ്യക്തമാക്കുന്നു. ദി മൈക്ക് ഫാക്ടർ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു മഞ്ജു വാര്യരുടെ പ്രതികരണം. മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആരെയും വേദനിപ്പിക്കരുത് എന്ന് ശ്രദ്ധിച്ചല്ല ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത്. ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം. അതെല്ലാം ഓരോ കാഴ്ചപ്പാടുകളാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുത്തോളം കാലം അവരവരുടെ ശരികളിൽ ജീവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. വ്യക്തിജീവിതം സമാധാനപരമായാണ് പോകുന്നത്. തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും ഷെഡ്യൂളുകൾ പരമാവധി ഫോളോ ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന മാറ്റങ്ങളിൽ നേരത്തെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാരല്ലേ. ഈ ഇന്റർവ്യൂവിന് വരാൻ തന്നെ അല്പം ഡിലേ വന്നപ്പോൾ ഞാൻ മുൻകൂട്ടി ഇൻഫോം ചെയ്തല്ലോ. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരുമാതിരി കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കും. എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ പറയും. അപ്പോൾ അപ്പുറത്തെ സിറ്റുവേഷൻ അതിലും മോശമാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകും. നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമ മാത്രമല്ല, രാഷ്ട്രീയം, ക്രിക്കറ്റ്, അതിലൊക്കെ ഓരോരുത്തർ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതൊക്കെ അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്തിൽ നിന്നാണ് ഇൻഫ്ലുവൻസ് ആകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട വിവേകം ഉണ്ടാകേണ്ടത് കാണുന്നവർക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ചീത്തയായി പോകേണ്ടേ? എന്റെ മനസ്സിൽ വരുന്ന കാര്യം അതാണ്. ലോജിക് ഉണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. അതിനുള്ള ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ അതാണെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കുന്നുണ്ട്. മഞ്ജുവിന്റെ ഈ അഭിമുഖം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മഞ്ജു പറഞ്ഞതിനോട് എല്ലാവരും യോജിക്കുന്നു എന്നാണ് പകുതി പേരും പറയുന്നത്. മാത്രമല്ല താരത്തെ പ്രശംസിക്കുന്നവരും നിരവധിയാണ്. ദിലീപ് ഉപേക്ഷിച്ചിട്ടും താരത്തിന്റെ ഇന്നത്തെ പദവി എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. മാത്രമല്ല മലയാള സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ച പ്രണയമായിരുന്നു ദിലീപിന്റെയും മഞ്ജുവിന്റെയും. എന്നാൽ ഇരുവരും പിരിഞ്ഞപ്പോൾ വളരെയേറെ വേദനയാണ് മലയാളികൾക്കുണ്ടായിരുന്നത്. ഈ പുഴയും കടന്ന് കുടമാറ്റം, തൂവൽ കൊട്ടാരം എന്നീ ചിത്രങ്ങളിലാണ് ദിലീപും മഞ്ജുവും ഒരുമിച്ച് അഭിനയിച്ചത്. വളരെ പെട്ടെന്ന് ഇരുവരും പ്രേക്ഷകരുടെ ഇഷ്ടജോഡികളായി മാറുകയായിരുന്നു. പണ്ട് 4 വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് 1998 ഒക്ടോബർ 20 മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത്. ആലുവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. ഇതോടെ അഭിനയത്തിൽ നിന്നും മഞ്ജു പിന്മാറിയിരുന്നു. 14 വർഷത്തിനു ശേഷം 2014 ഇരുവരും വിവാഹമോചിതരാക്കുകയായിരുന്നു. ശേഷം 2016 ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിക്കുന്നത്. മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിയിച്ചിരുന്നു. തന്റെ പേരിൽ അപവാദം കേട്ട താരത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നെന്നാണ് ദിലീപ് പറഞ്ഞത്. 14 വർഷങ്ങൾക്ക് ശേഷം മഞ്ജു വാര്യർ തിരിച്ചെത്തിയപ്പോൾ ഏറെ പിന്തുണയാണ് നൽകിയത് ജനങ്ങളും. ശേഷമുള്ള മഞ്ജുവിന്റെ ഓരോ ചുവടുവെപ്പും മലയാളികളെ ത്രസിപ്പിക്കുന്നതായിരുന്നു. മാത്രമല്ല താരത്തിന്റെ ഓരോ അഭിമുഖങ്ങളും വലിയ രീതിയിൽ ചർച്ചയായി മാറാറുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ അഭിമുഖത്തിൽ പോലും പലതും മറച്ചുവെച്ചാണ് മഞ്ജു സംസാരിച്ചത്. പലപ്പോഴും പല അഭിമുഖങ്ങളിലെയും ദിലീപിനെയും മകൾ മീനാക്ഷിയെക്കുറിച്ച് സംസാരിക്കാറില്ല പലപ്പോഴും മഞ്ജു. ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞിട്ട് ഒരു പതിറ്റാണ്ടിലേറെ ആയെങ്കിലും ഇരുവരുടെയും വിവാഹമോചനത്തിന്റെ കാരണം ചികഞ്ഞു പോയവർക്ക് അതിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിരുന്നില്ല. വേർപിരിഞ്ഞതിന് ശേഷവും ദിലീപിന്റെ പേര് പറഞ്ഞു പോകുമായിരുന്ന ചില സന്ദർഭങ്ങളിൽ വളരെ ബഹുമാനത്തോടെ ദിലീപേട്ടൻ എന്ന് വിശേഷിപ്പിച്ച മഞ്ജു വാര്യരും ഒരിക്കലും തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് എവിടെയും സംസാരിച്ചിട്ടുമില്ല. അതേസമയം തന്നെ നേരത്തെ ഒരു അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജുവാണ്. മഞ്ജു അല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം? ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരു സിനിമ വരട്ടെ, അപ്പോൾ ആലോചിക്കാമെന്നായിരുന്നു ദിലീപിന്റെ മറുപടി. എന്നാൽ നേരത്തെ ഒരു അഭിമുഖത്തിൽ ദിലീപിനൊപ്പം വീണ്ടും അഭിനയിക്കുന്നതിനെ കുറിച്ച് ഒരു ചോദ്യത്തിന് മഞ്ജു നൽകിയ മറുപടിയും സോഷ്യൽ മീഡിയയിൽ ഇതോടെ വൈറലായിരുന്നു. കഴിഞ്ഞിടെ ഒരു അഭിമുഖത്തിൽ ദിലീപേട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് അവതാരകൻ ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും മഞ്ജു വാര്യർ അതിൽ ഇടപെടുന്നു. വേണ്ട, സാരമില്ല, അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് നേർത്ത ഒരു ചിരിയോടെ മഞ്ജു പറയുന്നു. ഈ മറുപടിയാണ് മഞ്ജുവിന്റെ കരുത്ത്. മഞ്ജുവിനോടുള്ള ഇഷ്ടവും ബഹുമാനവും കൂടുന്നത് ഇതുകൊണ്ടാണ് എന്നൊക്കെ ആ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ വരുന്നത് കാണാം.
ഇപ്പോഴുള്ള വീഡിയോയ്ക്കും കമന്റുകൾ അത് തന്നെയാണ് വരുന്നത്. ആരെയും വേദനിപ്പിക്കാതെ തന്നെയാണ് പലപ്പോഴും പല അഭിമുഖങ്ങളിലും മഞ്ജു സംസാരിക്കുന്നത്. ഞാൻ പ്രൈവസി കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. സ്വകാര്യമായ കാര്യങ്ങൾ എല്ലായിടത്തും പറയണമെന്ന നിർബന്ധമില്ല. അതേസമയം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് കൃത്യമായി പറയാറുമുണ്ട് എന്നാണ് ഒരു അഭിമുഖത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞിരുന്നത്. വിവാഹമോചനത്തിന് ശേഷം ദിലീപിനും മഞ്ജു വാര്യരെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഞാനും എന്റെ ആദ്യ ഭാര്യയും തമ്മിൽ ഭാര്യ ഭർത്താവ് എന്നതിനപ്പുറം നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നും അത് നഷ്ടപ്പെട്ടതിൽ സങ്കടമുണ്ടെന്നും എന്നാൽ അത് കഴിഞ്ഞ കാലമായി കാണുന്നു എന്നുമായിരുന്നു നേരെ ചൊവ്വ എന്ന ഷോയിൽ ദിലീപ് പറഞ്ഞത്. ഞങ്ങളുടെ വേർപിരിയലിന് കാവ്യമാധവൻ കാരണമല്ല എന്നും ദിലീപ് അന്ന് വ്യക്തമാക്കിയിരുന്നു. വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒരിടത്തും ഇരുവരും പരസ്പരം പ്രതിപാദിച്ചിട്ടുമില്ല. മകൾ അമ്മയോടൊപ്പം കാണണമെന്നതാണ് വലിയ മോഹമെന്നാണ് പല ആരാധകരും കുറിക്കാറുള്ളത്. മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൗസ് സർജൻസി പൂർത്തിയാക്കിയത്. അന്ന് ദിലീപും കാവ്യയുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത്. മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത്. അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമെ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന് തരത്തിലുള്ള സംസാരങ്ങളും ഉണ്ടായിരുന്നു. ഇത് പ്രമുഖ മാധ്യമങ്ങളിലടക്കം വാർത്തയായി വന്നിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത്. മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട്. ദിലീപുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുള്ള മഞ്ജു വാര്യരുടെ അഭിമുഖം വൈറലായിരുന്നു. 1998 മഞ്ജു വാര്യർ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് കുടുംബജീവിതത്തിലേക്ക് പോയത്. ദിലീപുമായുള്ള വേർപിരിയലിനെ കുറിച്ച് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ചോദ്യം വന്നപ്പോൾ പറയാനും കേൾക്കാനും വേദനിക്കുന്നത് ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലതെന്നായിരുന്നു മഞ്ജു മറുപടി നൽകിയത്. ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല. എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു. വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല. ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യയുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു. എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ തന്റെ യാത്രകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന മഞ്ജു വാര്യരെ നിരവധി പേരാണ് ഫോളോ ചെയ്യുന്നത്. എങ്കിലും പൊതുവേദികളിൽ മിതത്വം പാലിക്കുന്ന വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ. അടുത്തിടെ നടന്ന ഫെഫ്ക ശില്പശാലയിൽ പങ്കെടുക്കാനെത്തിയ മഞ്ജു വാര്യരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും വൈറലായിരുന്നു. അധികം മേക്കപ്പ് ഒന്നും ചെയ്യാതെ സാധാരണ വേഷത്തിലാണ് മഞ്ജു ചടങ്ങിൽ പങ്കെടുത്തത്. ശേഷം അവർ ഡെന്നിസ് ജോസഫ്, ലോഹിതദാസ് എന്നിവരെക്കുറിച്ച് പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ എഴുതുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ എന്നിലേക്ക് വരുന്ന ചിത്രങ്ങൾ നോ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമേറിയ കാര്യമാണ്. പക്ഷെ ഒരു കലാകാരി എന്ന നിലയിൽ എന്റെ തെരഞ്ഞെടുപ്പുകളൊക്കെ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്. ചിലത് ശരിയായിട്ടുണ്ട്. പ്രവചനാതീതമായ സർഗാത്മകത ഇഴകിച്ചേരുന്നതാണ് സിനിമ. അത്ഭുതകരമായ ഭംഗിയും ഭാഗ്യം ആയിട്ടാണ് ഞാൻ സിനിമയെ കാണുന്നത്. ഡെന്നിസ് ജോസഫ് മെമ്മോറിയൽ വർക്ക്ഷോപ്പാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ എന്റെ സിനിമാ ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്നത് ലോഹി സാറിനോടാണ്. എങ്കിലും ഡെന്നിസ് ജോസഫ് സാറിനോട് എനിക്ക് കടപ്പാടുണ്ട്. ഒരുപാട് താരങ്ങളുടെ ഗതി മാറ്റിയ വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് ബഹുമാനമുള്ള ഫിലിം മേക്കേഴ്സാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നല്ല മാറ്റങ്ങളുടെ ഭാഗമാകാനും നല്ല സിനിമകളുടെ ഭാഗമാകാനും ഒക്കെ എല്ലാവർക്കും കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. ഇനിയും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, അത് മാറ്റങ്ങളുടെ വെളിച്ചം നിറയ്ക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞിരുന്നത്. എന്നാൽ മഞ്ജുവിന്റെ പ്രസംഗം വൈറലായതിന് പിന്നാലെ ഇതിൽ പ്രതികരണവുമായി ആരാധകർ ചിലർ രംഗത്ത് വരികയും ചെയ്തു. തന്റെ തെരഞ്ഞെടുപ്പുകൾ തെറ്റായിപ്പോയി എന്ന് മഞ്ജു പറഞ്ഞത് സിനിമയുടെ കാര്യത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ ദിലീപിന്റെ കാര്യത്തിലും കൂടിയാണോ എന്നാണ് ചില ആരാധകർ ഉന്നയിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നത്. ചിലരാവട്ടെ മഞ്ജുവിന് പിന്തുണ അറിയിക്കുകയും നടിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ദുഃഖത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുമുണ്ട്. പാവം മഞ്ജു ചേച്ചി, മനസ്സിന് എന്തോ വിഷമം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഒരുക്കങ്ങളൊന്നുമില്ലാതെ വന്നേക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ആദ്യത്തെ ഭർത്താവിനെ മറക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്റെ അഭിപ്രായത്തിൽ ചേച്ചി നല്ലൊരാളെ കല്യാണം കഴിക്കണം, എന്നിട്ട് അവരുടെ മുന്നിൽ അന്തസ്സായി ജീവിച്ചു കാണിക്കണം എന്നാണ് ഒരു ആരാധകർ രേഖപ്പെടുത്തിയ കമന്റ്. എന്നാൽ പലപ്പോഴും കമന്റുകളോടൊന്നും മഞ്ജു പ്രതികരിക്കാറുമില്ല.